നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്വയം സ്ഥാനത്യാഗം ചെയ്യണം. CNA നേതൃയോഗം ആവശ്യപ്പെട്ടു. കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃയോഗം ആലുവ മഹാനാമി ഓഡിറ്റോറിയത്തിൽ നടത്തി. ഏകീകൃത കുർബാന സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അതിരൂപതയിലെ 16 ഫൊറോനകളിൽപ്പെട്ട വിവിധ ഇടവകകളിൽ നിന്ന് 3 പ്രതിനിധികളാണ് നേതൃയോഗത്തിൽ പങ്കെടുത്തത്. മേജർ ആർച്ച് ബിഷപ്പ്, സിനഡ് മെത്രാൻമാർ എന്നിവർ ഏകീകൃത കുർബാന കാര്യത്തിൽ എടുക്കുന്ന നിരുത്തരവാദപരമായ സമീപനങ്ങളിൽ ഇടവക പ്രതിനിധികൾ ശക്തമായ അതൃപ്തി യോഗത്തിൽ രേഖപ്പെടുത്തി. ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ സിനഡ് പിതാക്കന്മാർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. വരും നാളുകളിൽ തുടർ നടപടികൾ രൂപം കൊടുക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിന് മുമ്പിൽ ഏകദിന സൂചന നിരാഹാര ഉപവാസ സമരം നടത്തും. മെത്രാൻമാരിൽ നിന്നും ഇതുവരെ വിശ്വാസികൾക്ക് ലഭിച്ച ഉറപ്പുകൾ വെറും പാഴ്വാക്കുകളായിരുന്നു എന്ന് യോഗം കൂട്ടിച്ചേർത്തു. അതിരൂപതയിലെ സഭവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വൈദികർക്കെതിരെ എത്രയും പെട്ടെന്ന് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാമെന്നും അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഫൊറോന, ഇടവക പള്ളികൾ, സഭാസ്ഥാപനങ്ങൾ, കോൺവെന്റുകൾ, ചാപ്പലുകൾ എന്നിവിടങ്ങളിൽ ഏകീകൃത കുർബാന നടപ്പാക്കുവാൻ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ഇനി സഭ സിനഡ് നടത്തുവാൻ അനുവദിക്കരുതെന്നും നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. അതിരൂപതയിൽ ഏകീകൃത കുർബാന ഇതുവരെയായി അർപ്പിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് സഭ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണം യോഗം ഐക്യതന്ത്രേന ആവശ്യപ്പെട്ടു. കൂടാതെ വിമത പുരോഹിതരും അവരുടെ കൂട്ടാളികളും സഭയ്ക്കും മാർപ്പാപ്പയ്ക്കുമെതിരായി പാസാക്കിയ പ്രമേയം പൂർണ്ണ അവജ്ഞയോടെ യോഗം തള്ളിക്കളഞ്ഞു. അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുക, വിമത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കുക, സഭാ സ്ഥാപനങ്ങൾ സഭവിരുദ്ധ പ്രവർത്തന കേന്ദ്രങ്ങളാക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം CNA അതിരൂപത നേതൃസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സിനഡ് മെത്രാൻമാർക്ക് സഭ അനുകൂല വിശ്വാസികളുടെ തുറന്ന കത്തയക്കാനും യോഗം തീരുമാനിച്ചു. നേതൃയോഗം ചെയർമാൻ ഡോക്ടർ MP ജോർജ് ഉദ്ഘാടനം ചെയ്തു. പോൾ ചെതലൻ അധ്യക്ഷത വഹിച്ചു. ആത്മായ നേതാക്കളായ ജോസ് പാറേക്കാട്ടിൽ, കുര്യൻ അത്തിക്കളം, ലൂക്കോസ് നടുപ്പറമ്പിൽ, അമൽ ചെറുതുരുത്തി, ജെയിംസ് ഇലവിക്കുടി, ഷൈബി പാപ്പച്ചൻ, ജോസഫ് എബ്രഹാം, ഡേവിസ് ചൂരമന, പോളച്ചൻ കുടിയിരിപ്പിൽ, ലിബിൻ മാലേക്കുടി, രമി പൗലോസ്, ജോസ് മണവാളൻ, ഷിജു തെക്കേടത്ത്, പൗലോസ് പയ്യപ്പള്ളി, ഏലിയസ് ജേക്കബ്, ലാലി തച്ചിൽ, MA ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കാട്ടിൽ കിടക്കുന്ന കാട്ടാനയെ പിടിച്ച് മെരുക്കി നമ്മള് കൊണ്ടുവന്നിട്ട് ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് അവർ ട്രെയിനിങ് എടുക്കുന്ന ഇതിന് പാപ്പന്മാർ അതിലൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല കോച്ചിങ് ഈ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അവരുടെ കൂടുതൽ ശക്തമായ ധൈര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് വിജയിക്കാൻ സാധ്യതയുള്ളൂ. ആനയെ പെറോട്ട് നടത്തുന്ന ആൾക്കാരാണ് ഇവർ. ഞാൻ പച്ച മലയാളത്തിൽ ചുമ്മാ പറഞ്ഞു അവരോട്. അപ്പൊ കൂടുതൽ സംസാരിച്ച് സമയം കാര്യമില്ല. ഇവര് പോകുന്നതിനൊക്കെ പറഞ്ഞില്ല. ആരാ പോകുന്നു നമ്മുടെ വലിയ പിതാവ് പോണെന്ന് ബസ്സും കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ വിമതന്മാർ എന്തും ചെയ്യും, അവരെയാണ് അവർക്ക് പേടി. പക്ഷെ നമ്മളെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചോളും. നമ്മളെ കൊണ്ടതുകൊണ്ട് എന്തും അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ ബോധ്യപ്പെടുത്തി അത് തന്നെ ആ ബോബിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇപ്പൊ കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നു, സഭയ്ക്ക് അവർക്ക് പുതിയൊരു സഭ ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു നമുക്കുള്ള ഊഹാപോഹങ്ങൾ. നമുക്ക് അതൊന്നും നല്ല നമ്മളുടെ നമ്മൾ അപേക്ഷിക്കുന്നത്. പല ചേരികളിലായി നമ്മുടെ ആളുകൾ ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ പ്രതീക്ഷകൾ തകർന്നതുകൊണ്ട് ഇപ്പോൾ ശരിയാവും ഒരു വലിയ ജനകൂടെ നമ്മുടെ കൂടി കുറേ ആളുകൾ മുതലെടുപ്പുകാരെ കൊണ്ട്
കാരണം സത്യം നമ്മുടെ കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമ്മളെ ചെതറിക്കാനോ നമ്മളെ നശിപ്പിക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് രക്തത്താൽ നേടിയെടുത്ത കർത്താവിൻ്റെ സഭയിൽ രക്തസാക്ഷികളായ വിശുദ്ധരോടൊപ്പം അവരുടെ ചിന്തകൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇത് വലിയൊരു രക്തസാക്ഷ്യം തന്നെയാണ്. വളരെ ക്രൂരമായ രീതിയിൽ നമ്മോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.